ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി പോയി. ഇവിടെ ഉമ്മാക്ക് വയ്യാതെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ദിവസം പോലും വരവൊക്കെ ആയ കാരണം കുറച്ച് തിരക്കായി. അതാണ് ഞാൻ നേരത്തെ ചെയ്യാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാത്തവരാണെങ്കിൽ വേഗം ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും നമുക്ക് നോൺ വെജ് ഇല്ലാതെ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ എന്നും ചിക്കൻ കറി വേണം, പത്തിരി വേണം. അപ്പോൾ ഞാൻ ഇങ്ങനെ മസാലപ്പൊടികൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 100 രൂപ വെച്ചിട്ട് 2 പാക്കറ്റാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ മറ്റേ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ആ ഇലയൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അത്ര അധികം വേണ്ട. പിന്നെ കുറച്ച് പട്ടിയും മാറ്റി വെച്ചു. പട്ടൊക്കെ കൂടുതലാകുമ്പോൾ ഒരു കുത്തൽ വരും. അതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് പെരിഞ്ചീരകം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ആ ജാതിക്ക മാത്രമേ ഞാൻ ഇങ്ങോട്ട് എടുക്കൂ കേട്ടോ. ജാതിക്കയിൽ ഞാൻ പൊടിച്ചിരുന്നില്ല. ഞാൻ എപ്പോഴും ഗരം മസാലപ്പൊടി പുറത്തുനിന്ന് മേടിക്കാറില്ല. നമ്മളെ വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഈ പാക്കറ്റ് മേടിച്ചിട്ട് ഞാൻ പൊടിക്കാറില്ല കേട്ടോ. ഇവിടെ ഉപ്പ കൊണ്ടുവരും. അത് ഏലക്കായാലും ഗ്രാമ്പുമായാലും പട്ടായാലും ഇവിടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യം അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞ് എന്തായാലും പുറത്തുനിന്ന് മേടിച്ചിട്ട് നമുക്ക് പൊടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ക മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ബില്ലൊക്കെ എഴുതിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയത്. 100 ഗ്രാമിന് എത്ര 300 രൂപയോളമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിന് ഇലക്ക എടുക്കാതെ 2 പാക്കറ്റും കൂടി എഴുതിയിട്ട് 100 രൂപയുടെ അങ്ങനെ. അപ്പം ഇതിലെല്ലാതും ഉണ്ടല്ലോ, നമ്മൾ വേറെ ഒന്നും അതിൽ കൂട്ടണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പെരിഞ്ചീരകം വേറെ പൊടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഇതെല്ലാം കൂടിയിട്ടാണ് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കറി വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് 1-2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ ഈ കാറ്റുകാലമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ മൂടി വെച്ചാലും അത് ശരിക്കും ഉണങ്ങി വരില്ല, അല്ലെങ്കിൽ അതിലേക്ക് പൊടിയാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് നന്നായി പൊടിയാൻ വേണ്ടിയിട്ടുള്ള ചൂടാക്കി എടുക്കില്ല തന്നെ കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ അതൊന്ന് പൊടിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇതിന് ഷവർമ പോക്കറ്റിനുള്ളതാണ്. ഇവിടെ പത്തിരി നിർബന്ധമുള്ള പോലെ തന്നെയാണ് ഇവിടെ ഷവർമ പോക്കറ്റും നിർബന്ധമാണ്. അപ്പോൾ ഇനി അത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അതിലേക്ക് നമ്മളിതാ ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ സ്റ്റാർ, ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുരുമുളക് കൂടി വേറെ ചേർക്കണ്ടല്ലോ, ഇതിൽ നിന്ന് തന്നെ കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇനി ഇതാ ചെറിയ ജീരകം, നമ്മളെ നല്ല ജീരകം, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഗരം മസാല പൊടി ഉണ്ടല്ലോ അതിൽ പെരിഞ്ജീരകം മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ, നല്ല ജീരകം ഇടാറില്ല. പക്ഷേ ഷവർമ മസാലയിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഇട്ട് കൊടുത്താലാണ് ആ ഒരു ഷവർമയുടെ ഒരു മണവും അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒക്കെ ചൂടാറിയതിൻ്റെ ശേഷം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ആ സ്റ്റാറൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഏലക്കയും ഗ്രാമ്പും പട്ടിയും പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടിയിട്ടായിട്ട് പൊടിച്ചെടുത്താലും മതി. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതും കഴുകിയിട്ട് വരച്ചിട്ടൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി എടുത്തതാണ്. പക്ഷേ എനിക്കത് ശരിക്കും ഉണങ്ങാത്ത പോലെ തോന്നിയിട്ട്. അപ്പോൾ അത് എന്തായാലും ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ ഉണങ്ങലൊന്നും ശരിയായി വരുമല്ലോ. അപ്പോൾ ഇതും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുരുമുളക് പൊടി പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല നൈസായിട്ടാവും. അത് എനിക്ക് കറിയിലിടുമ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ്. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കണം. നമുക്ക് തരി ഒന്നും സ്ഥിരമായിട്ട് ഉണ്ടാക്കിയില്ല, പക്ഷെ എന്തായാലും ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ഇടയ്ക്ക് വല്യമ്മാടിയും പിന്നെ വലിയപ്പാടൊക്കെ ആണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്കൊക്കെ എന്തായാലും മധുരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ തരി അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ഏലക്കപ്പൊടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗരം മസാല പൊടിക്കാനുള്ളതിൽ ഇതൊക്കെയാണ്, കണ്ടില്ലേ. പിന്നെ ഷവർമയുടെ നമ്മൾ ഇത്രയും ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ, നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടൊന്നുമില്ല. ഇനി ഏലക്കും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് വേഗം പൊടിയാൻ വേണ്ടിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരേ കുപ്പികളിലാക്കി കൊടുക്കണം. അപ്പോൾ ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇനി ഇൻഷാല്ല പുതിയ വീട്ടിലേക്ക് മാറും. അപ്പോൾ പുതിയ പാത്രങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ന്യൂട്ടെല്ലയുടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊരു കുപ്പിയിലാക്കി വെച്ചു. ഇനി അത് അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള തിക്കും നിരക്കുകളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഏലക്ക വേറെ പൊടിക്കാൻ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇനി കുരുമുളക് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുരുമുളകാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് മറ്റേതൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാം. ഗരം മസാല ഒക്കെ ആദ്യം പൊടിക്കുകയാണെങ്കിൽ പിന്നെ കുരുമുളക് പൊടിക്കുമ്പോൾ ഇതിലേക്ക് ആ ഗരം മസാല ഒരു മണം പിടിക്കുമല്ലോ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ കുരുമുളക് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ മതിയാവും കേട്ടോ. നമുക്കൊരു മാസത്തേക്കല്ലേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഗരം മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പൊടികളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ തിരക്കൊക്കെ കുറേ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കാറില്ല. അതൊക്കെ ഉമ്മ ഉള്ള കാരണം ഉമ്മ വേഗം തൊലി കളഞ്ഞു തരും. അപ്പോൾ അത് ചതച്ചെടുക്കുകയും ചെയ്യുക. പിന്നെ എനിക്കാണെങ്കിൽ അതിങ്ങനെ ചതച്ച് വെച്ചതിൻ്റെ ഒരു മണം അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഗരം മസാല ഇങ്ങനെ പൊടിച്ച് വെക്കണേക്കാട്ടി എനിക്കിഷ്ടം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുമ്പോൾ അതിൽ കൂടെ ഇട്ടിട്ട് ചതക്കണതാണ് കേട്ടോ. പക്ഷേ നോമ്പിൻ്റെ ഒരു സമയത്ത് നമുക്ക് എന്തായാലും തിരക്കാവും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും കട്ട്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഗരം മസാലയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. നമുക്ക് പണികൾ എളുപ്പമാക്കി എടുക്കാം.
ഇനി ഷവർമ പോക്കറ്റിനും കൂടി ഉള്ളത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിനൊരു 10-15 മിനിറ്റൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി. ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രയല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഒന്ന് അടിച്ചെടുക്കുക, കുപ്പിയിലാക്കി വെക്കുക. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ ഷവർമ പോക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും. ഇവിടെ എൻ്റെ മോനക്കാണെങ്കിൽ നോമ്പ് 30 ദിവസം ചിക്കനും വേണം പത്തിരിയും വേണം, ചിക്കൻ കറി വേണം പത്തിരി വേണം. അപ്പോൾ അവനക്ക് പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് വേറെ കഴിക്കുമൊന്നുമില്ല. ചിലപ്പോൾ ഒരു പഴം കഴിക്കും, അല്ലെങ്കിൽ കൂവ കുറുക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും. കൂവ പാലിൽ കുറുക്കിയിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ ഞാൻ മൂത്രക്കടച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് അവനക്ക് കൊടുക്കാറുള്ളത്. പിന്നെ എല്ലാ നോമ്പിനും സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ ഒരു ചെറുനാരങ്ങ ഉപ്പിലിട്ടത്. ഇതാവുമ്പോൾ എനിക്ക് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞാൽ ഈ മധുരം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും പുളിയുള്ളത് കഴിക്കാൻ തോന്നും. അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണതാ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ ജീരകഞ്ഞിക്കുള്ളത് അപ്പ അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക നാളികേരത്തിൻ്റെ കൂടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.